കസ്റ്റമർ വാട്ട് വുഡ് ഇറ്റ് കോസ്റ്റ് ടു ഹാവ് ദിസ് ചെയർ റിപ്പയർഡ്? ഈ കസേര ഒന്ന് റിപ്പയർ ചെയ്യണം, എത്ര പൈസയാവും? അപ്ഹോൾസ്റ്ററർ എന്ന് പറഞ്ഞാൽ സാധാരണ കസേര ബെഡ് കാര്യങ്ങളൊക്കെ തുന്നി അതിമേൽ പ്ലാസ്റ്റിക് ഒക്കെ ഇതാക്കി സ്റ്റിച്ചൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു മെക്കാനിക് ഉണ്ടല്ലോ, ഫർണിച്ചറായി ബന്ധപ്പെട്ട് മെയിൻലി അങ്ങനത്തെ ആൾക്കാർക്കാണ് പറയൽ. അപ്പോൾ മെക്കാനിക്കാണ് ഉദ്ദേശിക്കപ്പെടുന്നത്, അതായത് റിപ്പയർ ചെയ്യുന്ന ആൾ. അപ്ഹോൾസ്റ്ററർ ഐ വുഡ് എസ്റ്റിമേറ്റ് $60 to $70, ഏകദേശം ഒരു $60 മുതൽ $70 വരെ ആവും. കസ്റ്റമർ ആൻഡ് ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് ടു റീപ്ലേസ് ഇറ്റ് വിത്ത് എ ന്യൂ വൺ? ഒരു ഇത് തന്നിട്ട് പുതിയ ഒന്ന് എടുക്കുകയാണെങ്കിൽ എത്രയാവും? അപ്ഹോൾസ്റ്ററർ പ്രോപ്പർലി അറൗണ്ട് $100, ഒരു പക്ഷേ ഒരു $100 ആവും. കസ്റ്റമർ ഐ വിൽ ഹാവ് ടു കൺസിഡർ ബോത്ത് ഓപ്ഷൻ. ഞാൻ രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് സോറി കോൺസെഷൻ എ. ക്യാൻ യു കം അലോങ് വിത്ത് അസ് ടുമാറോ? നാളെ ഞങ്ങൾ കൂടെ വരാൻ പറ്റും. ഐ തിങ്ക് ഐ ക്യാൻ ബോറോ ഇനഫ് മണി ടു ഗോ. അപ്പോൾ ഐ തിങ്ക് ഐ ക്യാൻ ബോറോ ഇനഫ് മണി ടു ഗോ. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പൈസ എവിടെന്നെങ്കിലും മറക്കുക അല്ലെങ്കിൽ കടം വാങ്ങാം, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വൈ കുഡിൻ യു ഗോ ലാസ്റ്റ് തേഴ്സ്ഡേ? കഴിഞ്ഞ വ്യാഴ്ചകൾ ഇനി എന്തുകൊണ്ട് പോയില്ല? അപ്പോൾ ബിക്കോസ് ഐ കുഡിൻ അഫോർഡ് ഇറ്റ്. എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഇല്ലായിരുന്നു. കോൺസെഷൻ ബി സോറി ഹൗ മച്ച് മണി ഡു യു ഹാവ്? കയ്യിൽ എത്ര പൈസ ഉണ്ട്? നോട്ട് വെരി മച്ച്, ഒരുപാടൊന്നുമില്ല. ഡു യു ഹാവ് മെനി ഡോളർ ബിൽസ്? നിങ്ങൾക്ക് ഒരുപാട് ബിൽസ് ഉണ്ടോ ഡോളേഴ്സിൻ്റെ? നോട്ട് വെരി മെനി, ഒരുപാടൊന്നുമില്ല. ഐ എം അഫ്രൈഡ്. അപ്പോൾ ചോദിക്കാം, ഡു യു ഹാവ് മെനി ഡോളർ ബിൽസ്? ഒരുപാട് ക്യാഷ് കയ്യിലുണ്ടോ? നോട്ട് വെരി മെനി, ഐ എം അഫ്രൈഡ്. ഡോളർ ബിൽസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ നോട്ടുകൾ, ചില്ലറയല്ലാതെ, കോയിൻസ് അല്ലാതെ കറൻസികൾ. കറൻസി ഒരുപാടുണ്ടോ? അപ്പോൾ നോട്ട് വെരി മെനി, ഒരുപാടില്ല. ഐ എം അഫ്രൈഡ്, എൻ്റെ അടുത്ത് അധികം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കോൺസെഷൻ സി. യു ലുക്ക് അപ്സെറ്റ് അബൌട്ട് സംതിങ്. എന്തോ ഒന്നിനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ അപ്സെറ്റ് ആണല്ലോ, വല്ലാതെ അസ്വസ്ഥനാണല്ലോ. ഐ തിങ്ക് ഐ ഹാവ് ലോസ് മൈ മണി. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പൈസ മിസ്സായിട്ടുണ്ട്, എൻ്റെ പേഴ്സോ ക്യാഷോ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ ദാറ്റ്സ് വാട്ട് ബോദറിങ് യു? അതാണോ നിങ്ങൾ അസ്വസ്ഥമാക്കുന്നത്? ഇറ്റ്സ് എ ഗുഡ് റീസൺ ടു ബി അപ്സെറ്റ് ഇസ്ന്റ് ഇറ്റ്? അതെ, അതൊരു കാരണം തന്നെയാണ് അസ്വസ്ഥനാവാൻ. കോൺസെഷൻ ഡി. ആർ യു ഷുവർ യു ലോസ്റ്റ് യുവർ മണി? നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങളെ ക്യാഷ് നഷ്ടപ്പെട്ടു എന്ന്? ഐ എം ഷുവർ ഐ ഡിഡ്. എനിക്ക് ഉറപ്പാണ് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്. വുഡ് യു പ്ലീസ് ലുക്ക് അഗെയിൻ? ഒന്നും കൂടി നോക്കാമോ? ബട്ട് ഐ എം ഷുവർ ഇറ്റ്സ് നോട്ട് ഹിയർ. ഞാൻ നോക്കാം, പക്ഷേ എനിക്ക് ഉറപ്പാണ് അത് ഇവിടെ ഇല്ലാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോൺസെഷൻ ഇ. ഹൗ മെനി പെന്നീസ് ഡിഡ് യു ഹാവ് ഇൻ യുവർ ബാങ്ക്? നിങ്ങളുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട്? പെന്നീസ് എന്ന് പറഞ്ഞാൽ കോയിനാണ്, മീൻസ് കറൻസിയാണ്. ഐ ഹാഡ് എക്സാക്ട്ലി 500 ഓഫ് ദം. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 500 പെന്നി ഉണ്ടായിരുന്നു. വാട്ട് ഡിഡ് യു ഡു വിത്ത് ദം? നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഐ പുട്ട് ദം ഇൻ റോൾസ് ഓഫ് 50 പെന്നീസ് ഈച്ച്. ഞാനത് പിന്നെ 50 പെന്നീസിൻ്റെ സെപ്പറേറ്റ് 5 എണ്ണാക്കി വെച്ചു. ഓക്കെ, ഇനി കോൺസെഷനെ. ഹാവ് യു മെയ്ഡ് വെരി മച്ച് മണി ദിസ് ഇയർ? ഈ വർഷം നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയോ? നോട്ട് ആൻ ഓഫുൾ ലോട്ട്. ഓക്കെ, അപ്പോൾ ഹാവ് യു മെയ്ഡ് വെരി മച്ച് മണി ദിസ് ഇയർ? ഒരുപാട് പൈസ ഉണ്ടാക്കിയോ? നോട്ട് ആൻ ഓഫുൾ ലോട്ട്, ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോറി ഓഫുൾ എന്ന് പറഞ്ഞാൽ ഗംഭീരം അല്ലെങ്കിൽ സമൃദ്ധമായി ഒരുപാട്. ഇപ്പോൾ നോട്ട് ആൻ ഓഫുൾ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല, വളരെ കുറച്ച് മാത്രമേ ഏൺ ചെയ്തിട്ടുള്ളൂ. ഹൗ ഹാർഡ് ഹാവ് യു ട്രൈഡ്? എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു? നോട്ട് ആസ് ഹാർഡ് ആസ് ഐ കുഡ് ഹാവ്, ഐ എം അഫ്രൈഡ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരു ആവറേജിലങ്ങ് പിടിച്ചതാ. കോൺസെഷൻ ബി. ഹൗ മച്ച് ഡിഡ് യു മേക്ക് ദിസ് വീക്ക്? ഈ ആഴ്ച എത്ര ഉണ്ടാക്കി? $62, $62. ഈസ് ദാറ്റ് യുവർ ടേക്ക് ഹോം പേ? ഓക്കെ, അപ്പോൾ ഹൗ മച്ച് മണി ഡിഡ് യു മേക്ക് ദിസ് $62. ഈസ് ദാറ്റ് യുവർ ടേക്ക് ഹോം പേ? ടേക്ക് ഹോം പേ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക പൈസ, അതായത് ടാക്സ് മറ്റ് ഡിഡക്ഷൻസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കയ്യിൽ കിട്ടുന്ന പൈസയാണോ ആ എമൗണ്ട്? അപ്പോൾ യെസ് ഇറ്റ് ഈസ്, അതെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, കോൺസെഷൻ സി. ഐ ഹാവ് ഗോട്ട് ടു പേ എ ലോട്ട് ഓഫ് ബിൽസ്. എനിക്ക് ഒരുപാട് ബില്ല് അടയ്ക്കാനുണ്ട്. ആൻഡ് ഐ ഹാവ് ഗോട്ട് ടു പേ മൈ റെൻറ്റ് ടുഡേ. അതേമാതിരി എനിക്ക് ഇന്ന് എൻ്റെ റെൻറ്റും അടക്കണം.
വാടക അടക്കണം. മണി ഗോസ് വെരി ഫാസ്റ്റ് ദീസ് ഡേയ്സ് ഡസൻറ്റ് ഇറ്റ്? ഭയങ്കര പെട്ടെന്ന് പൈസ ഈടെയായിട്ട് വല്ലാണ്ട് തീർന്നു പോകുന്നുണ്ട് പൈസ. അങ്ങനെ തന്നെ അല്ലേ? ഇറ്റ് സർട്ടൻലി ഡേയ്സ്. അതെ, അങ്ങനെ തന്നെയാണ്. ക്യാഷ് വേഗം ചിലവായി പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യണം.